ഹായ് ഗൈസ്, ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 35. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് റിവാർഡ്, മണി മാനേജ്മെന്റ്, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചാണ്. വാട്ട് ഈസ് റിസ്ക് മാനേജ്മെന്റ്? അതിനു മുമ്പ് റിസ്ക് മാനേജ് ചെയ്യാത്ത ഒരാൾ എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു എ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഓക്കെ, ബിനു എന്ന് പറയാം. ബിനു ട്രേഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സെറ്റപ്പ് കാണുമ്പോൾ പുള്ളി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്ത് ട്രേഡ് ചെയ്യുന്നു. പക്ഷേ അയാൾ വിചാരിച്ച പോലെ ആ ട്രേഡ് മൂവ്മെൻറ്റ് ചെയ്തില്ല, ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ വലിയൊരു ലോസിൽ അയാൾ ബുക്ക് ചെയ്യും. ഓക്കെ, വലിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ വലിയൊരു ലോസ് ആയിരിക്കും അയാൾ ബുക്ക് ചെയ്യുന്നുണ്ടാകുക അയാളുടെ ക്യാപിറ്റൽ വേസ് നോക്കുന്ന സമയത്ത്. പക്ഷേ നേരെ മറിച്ച് ഒരു ആവറേജ് ട്രേഡ് കാണലാണ് പുള്ളി കാണുന്ന വ്യൂവിൽ ഞാൻ പറയുന്നതാണ്. പുള്ളി ഒരു ആവറേജ് ട്രേഡ് കാണലാണ്. ആവറേജ് ട്രേഡിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. ബിനു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എൻ്റർ ചെയ്യുന്നുള്ളൂ. പക്ഷേ അയാൾ വിചാരിക്കാത്ത പോലെ ആ ട്രേഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ടാർഗറ്റും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അടിക്കുന്നു. പക്ഷേ അയാൾ വിചാരിച്ച പോലെ പ്രോഫിറ്റും കിട്ടിയില്ല. പുള്ളി അതേപോലെ ഏകദേശം ഒരു 10 ട്രേഡ്സ് എടുത്ത് വിചാരിക്കാം. 10 ട്രേഡ്സിൽ 7 ട്രേഡ് അയാൾ വിന്നിങ് ആണ്, അടിപൊളിയാണ്. വിന്നിങ് റേറ്റിൻ്റെ ബേസിൽ ബിനു അടിപൊളിയാണ്. 7 ട്രേഡ് അയാൾ വിന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ 3 ട്രേഡ് കട്ട ലോസാണ് പുള്ളിയുടെ. ബിനു ഓവറോൾ നോക്കുന്ന സമയത്ത്, ബിനുവിൻ്റെ അക്കൗണ്ടിൽ പോർട്ട്ഫോളിയോ നോക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ലോസോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവൻ സ്റ്റേജിലാണ് ബിനു ഉള്ളത്. ഇതാണ് ബിനുവിൻ്റെ അവസ്ഥ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്നാണ്. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ക്യാപിറ്റലിൻ്റെ ചെറിയൊരു എമൗണ്ട്, ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റിസ്ക് ചെയ്യും. ഓക്കെ, അത് നമ്മൾ അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെച്ചാൽ മന്ത്ലി, വീക്ക്ലി, ഡെയിലി, പെർ ട്രേഡ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ റിസ്ക്കും കാര്യങ്ങളും മാനേജ് ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, അതേപോലെ എക്സാമ്പിളായിട്ട് ഇപ്പം മന്ത്ലി ഒരു ലോസ് ലിമിറ്റ് ഉണ്ട്. ലോസ് ലിമിറ്റ് നമ്മൾ ബ്രീച്ച് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത് നമ്മൾ ട്രേഡിംഗ് ഉണ്ടാവില്ല, നെക്സ്റ്റ് മന്ത് ആയിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടാവുക. റിസ്ക് മാനേജ്മെന്റ് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു ദിവസത്തെ പ്ലാൻ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു $1000 ഉണ്ട്, പോട്ടെ, ഒരു $10,000 ഉണ്ട് വിചാരിക്കാം. ഓക്കെ, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ ഒരു $10,000 1% മാത്രമേ ഞാൻ ഒരു ദിവസം റിസ്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു പെർസെൻറ്റേജ് ചെയ്യുന്നത് എത്രയാണ്? ഒരു പെർസെൻറ്റേജ് ചെയ്യാൻ $100 ആണ്, $100 ആണ് 1%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ട്രേഡ് നമ്മൾ ഒരു ദിവസം എടുക്കുന്നതാണ്. ഞാൻ 2 ട്രേഡ്സ് ഒരു ദിവസം നോക്കാറുണ്ട്. ട്രേഡ്സ് എത്രയാണ്? 2 ട്രേഡ്സ് ഞാൻ എടുക്കും. അപ്പോൾ ഈ 2 ട്രേഡും ഞാൻ 1% എടുക്കാൻ പറ്റുമോ? ഇല്ല. 2 ട്രേഡും 1% എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര ഇൻ കേസ് ലോസ് അടിക്കലാണെങ്കിൽ വരിക? 2% ലോസ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂളിൻ്റെ അഗേൻസ്റ്റ് ആയിരിക്കില്ല വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1% നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.5% വെച്ചിട്ട് എനിക്ക് 2 ട്രേഡ് എടുക്കാൻ പറ്റും. 0.5% പ്ലസ് 0.5% is equal to 1% അല്ലേ? അതായത് നമ്മൾ ഒരു ദിവസം 2 ട്രേഡാണ് നോക്കുന്നത്. നമ്മൾ മാക്സിമം ഒരു $100 മാത്രമേ നമ്മളന്ന് ലോസ് ആക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 2 ട്രേഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്രേഡ് ഞാൻ എടുക്കുമ്പോൾ 0.5%. അപ്പോൾ ഈ ഒരു ശതമാനത്തിൻ്റെ പകുതി എത്രയാണ്? ഈ $100 പകുതി എത്രയാണ്? 50 ആണ് വരിക. 50 വെച്ചിട്ടായിരിക്കും ഞാൻ 2 ട്രേഡിലും റിസ്ക് ചെയ്യുന്നുണ്ടാകാം. ഞാനിപ്പോൾ ഒരു ദിവസത്തിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾ വീക്കിലിയും മന്ത്ലിയും ഇങ്ങനെ കോളുകൾ സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് സെറ്റാവുന്ന രീതിയിൽ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ 1% ആണ് ഞാൻ റിസ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ എമൗണ്ട്. 2% ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 2% നോക്കാം. പ്രോഫോമലിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1% 2% ഉള്ളിൽ തന്നെ ട്രേഡും കാര്യങ്ങളും എടുക്കാൻ നോക്കാം. ക്ലിയർ? ഇനിയിപ്പം നമ്മൾ ഇതേപോലെ തന്നെ ട്രേഡ് എടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ബിനുവിൻ്റെ അവസ്ഥ നമുക്ക് വരുമോ? നമുക്ക് അതും കൂടി ഒന്ന് ചിന്തിക്കണ്ടേ അല്ലേ? അപ്പോൾ ബിനു എങ്ങനെ നേരത്തെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു? നമുക്ക് തോന്നുന്ന പോലെ ക്വാണ്ടിറ്റിയും കാര്യങ്ങൾ എൻട്രി ചെയ്യണം. നമുക്ക് ഇവിടെ ഇപ്പോൾ സെറ്റാക്കിയുള്ള പോലെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു 5 ട്രേഡ് വിൻ ചെയ്തു, 5 ട്രേഡ് ലോസ് ആയെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ $100 എക്സ്പെക്ട് ചെയ്തത് $100 വിചാരിക്കാം. $100 ട്രേഡ് എടുത്തു, $100 നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ 10 ട്രേഡ് മൊത്തം എടുത്തു. അതിൽ 5 ട്രേഡേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബിനുവിൻ്റെ അത്ര വിൻ റേറ്റും കാര്യങ്ങളും നമുക്കില്ല. 5 ട്രേഡ് നമ്മൾ എടുത്തിട്ടുള്ളൂ. 5 ട്രേഡ് ലോസുമാണ്. $100 നമ്മൾ ടാർഗറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. 100 റിസ്ക് ചെയ്ത് 100 ടാർഗറ്റ് വെച്ചു. അങ്ങനെ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്കിവിടെ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 ട്രേഡ് പ്രോഫിറ്റ്. ഞാൻ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. 5 വിന്ന് വരും അല്ലേ? 5 വിന്ന്, 5 ലോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 വിന്നും ഉണ്ട് 5 ലോസും ഉണ്ട്. ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ടാകുക?
500 USD നമുക്ക് ലോസ് ആണ് അല്ലേ. 1% ആണ് ബേസ് ആണ് നമ്മളിപ്പം പറയണത്. ഇവിടെ നമുക്ക് വിന്നാണെങ്കിലോ 500 USD തന്നെയാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മൾ ആവറേജ് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ 0 ആണ് എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. മൊത്തത്തിൽ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് 0 ആണ് ക്രെഡിറ്റ് ആയിട്ട് ഉള്ളത്. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമുണ്ടോ? ഇവിടെയാണ് നമുക്ക് റിസ്ക് റിവാർഡിൻ്റെ കളി വരുന്നത്. ഓക്കെ, റിസ്ക് റിവാർഡ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലോസ് ഉണ്ടെങ്കിലും നമ്മൾ പ്രോഫിറ്റ് തന്നെയായിരിക്കും എക്സിറ്റ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ഇപ്പോൾ ഈ സെയിം സിനാരിയോ തന്നെ നമ്മൾ റിസ്ക് റിവാർഡ് മാറ്റി പിടിക്കലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഒന്നും കൂടി ഇവിടെ ടൈപ്പ് ചെയ്യാം. $100 നമ്മൾ ടാർഗറ്റ് വെക്കുന്ന എത്രയായിരുന്നു? 100 USD തന്നെ അല്ലേ. നമ്മളിത് മാറ്റിയിട്ട് 200 എന്നുള്ള രീതിയിൽ പിടിക്കാൻ പോക്കാണ്. 200 USD ആണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലേ ആയി കഴിഞ്ഞാൽ 5 വിന്നും 5 ലോസും നമുക്ക് പ്ലേ ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാകുക നോക്കാം. 5 ട്രേഡ് നമുക്ക് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ലോസ് ഉണ്ടാകുക? ഇവിടെ $500 ആയിരിക്കും നമുക്ക് ലോസ് ഉണ്ടാകുക. 5 ട്രേഡ് വിന്നായാലോ ഇവിടെ നമുക്ക് കളി മാറി. ഇവിടെ നമുക്ക് $1000 നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുക? ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് എത്രയായിരിക്കും? 500 USD നമുക്ക് പ്രോഫിറ്റിലായിരിക്കും നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ റിസ്ക് റിവാർഡ് ആഡ് ചെയ്തു. റിസ്ക് റിവാർഡ് വെറുതെ പറഞ്ഞാൽ ആഡ് ചെയ്യില്ല, നമുക്ക് അങ്ങനെയുള്ള ട്രേഡ്സ് എടുക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്തിട്ട് ഇത് 1:2 പോയാലും എക്സിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പും അതേപോലെ വർക്കൗട്ടായാൽ മാത്രമേ ഇങ്ങനെ വർക്ക് ആവുള്ളൂ. ക്ലിയർ? നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റപ്പ് എൻ്റർ ചെയ്താൽ മാത്രമേ ഇങ്ങനെ സെറ്റ് ആവുള്ളൂ. അല്ലാതെ റാൻഡംനെസ്ലി പോയിട്ട് ഞാൻ 1:2 എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ട്രേഡ് എൻ്റർ ചെയ്തിട്ട് 1:2 കാത്തു നിന്ന് നേരെ SL അടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു $500 ആണ് നമുക്ക് ഈ ഒരു 1:2 രീതിയിൽ കിട്ടിയാൽ എടുക്കാൻ പറ്റുക. ഇത് നേരെ മറിച്ചിട്ട് നമുക്കിപ്പോൾ റിസ്ക് റിവാർഡ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ $100 $100 എന്ന് പറഞ്ഞില്ലേ, അതായത് $100 റിസ്ക് ചെയ്തിട്ട് 100 ഉണ്ടാക്കുന്നു. ഇതിനെ നമ്മൾ 1:1 എന്ന് പറയാം റിസ്ക് റിവാർഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ രണ്ടാമത് ചെയ്തതാണ് 1:2 ആണ് ചെയ്തത്. എന്താണ് ഡിഫറൻസ്? നമ്മൾ $100 റിസ്ക് ചെയ്തിട്ട് $200 ഉണ്ടാക്കാൻ നോക്കി. ഇവിടെ നമ്മൾ 1:2 ആണ് എയിം ചെയ്തിട്ടുള്ളത്. $100 റിസ്ക് ചെയ്തിട്ട് $200 ഉണ്ടാക്കുന്ന രീതിയിൽ. ഓക്കെ, നമുക്കിത് എത്ര മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. പക്ഷെ നിങ്ങളുടെ സെറ്റപ്പ് ഇതേപോലെ പ്ലേ ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു റാൻഡംനെസ്സിൽ ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് 1:2 തന്നെ വേണം, 1:3 തന്നെ വേണം എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 1:2 കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 33% മാത്രമേ വിൻ റേറ്റ് വേണ്ടൂ അയാൾക്ക് പ്രോഫിറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നേരെ മറിച്ചിട്ട് ഒരു 1:3 ആണ് അയാളുടെ റിസ്ക് റിവാർഡ്. അതായത് $100 റിസ്ക് ചെയ്തിട്ട് $300 അയാൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അയാളുടെ വിന്നിങ് റേഷ്യോ വേണ്ടത് അയാൾക്കൊരു 30% എല്ലാം വിൻ റേറ്റ് ഉണ്ടെങ്കിൽ തന്നെ അയാൾ മാർക്കറ്റിൽ സക്സീഡ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസ്ക് റിവാർഡിൻ്റെ പ്രത്യേകത. ഓക്കെ, റിസ്ക് മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ റിസ്ക് റിവാർഡും കൂടി അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി വരുള്ളൂ. ഇനി എന്താണ് മണി മാനേജ്മെൻറ്റ് എന്ന് പഠിക്കാം. ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, ഈ 2 കാര്യങ്ങളെ നമ്മൾ മണി മാനേജ്മെൻറ്റ് എന്ന് പറയും. അതേപോലെ നമ്മൾ ട്രേഡ് മാനേജ്മെൻറ്റിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ബ്രേക്ക് ഈവൻ എന്നെല്ലാം പറയുന്നില്ലേ, അത് ഓരോരുത്തരുടെ ട്രേഡിങ് സെറ്റപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ട്രേഡ് എടുത്തു, ഞാനൊരു ട്രേഡിൻ്റെ സെറ്റപ്പ് കൂടി പറഞ്ഞുതരാം. കുറച്ച് ഡൗൺ സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ നോക്കട്ടെ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കാം. ഇത് ചാർട്ടാണ്. ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു, ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് എടുത്തു, ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് എടുത്തു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് മുകളിലോട്ടേക്ക് പോയി. നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ഏരിയ എന്ന് വിചാരിക്കാം. പോട്ടെ, ഈ ഒരു ഏരിയയാണ് നമ്മുടെ ടാർഗറ്റ് വിചാരിക്കാം. നമ്മൾ ട്രേഡ് എടുത്തില്ല ഇവിടെയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ നമുക്കൊരു 1:1 നമ്മൾ റിസ്ക് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ $100 ആണ് നമ്മളിവിടെ റിസ്ക്. ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. നമ്മളിവിടെ $100 ആണ് നമ്മൾ റിസ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടാർഗറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു $200 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. $200 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ട്രേഡ് ഒരു 1:1, അതായത് $100 റിസ്ക് ചെയ്തെടുത്ത ട്രേഡ് $100 നമുക്കിപ്പോൾ P&L കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ട്രേഡിങ് സെറ്റപ്പിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റും.
ഈ ഒരു 100 രൂപ ലോസ് ഉള്ള സാധനം, അതായത് സ്റ്റോപ്പ് ലോസ് വെച്ചത് നമ്മൾ ബ്രേക്ക് ഈവനിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത പ്ലേസിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ലോസ് സംഭവിക്കില്ല. അതേപോലെ ഈ ഒരു 100 എന്നുള്ള ഏരിയയിൽ നമ്മൾ പാർഷ്യൽസും കൂടി ബുക്ക് ചെയ്യലാണ്. നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി ഒരു 50% ബുക്ക് ചെയ്യലാണെന്ന് വിചാരിക്കാം. 50% എത്ര രൂപ കിട്ടും? നമുക്ക് $50 ബുക്ക് ചെയ്യലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരു 50% ക്വാണ്ടിറ്റി, നമ്മളിപ്പോൾ ഒരു എടുത്ത ക്വാണ്ടിറ്റീൻ്റെ 50% ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1:1 ആണ് കാണിക്കുന്നത്. ഈ ഒരു P&Lൻ്റെ 50% നമ്മുടെ അക്കൗണ്ടിലേക്ക് ബുക്കായിട്ട് കിട്ടും. അപ്പോൾ എത്രയായിരിക്കും? 100ൻ്റെ പകുതി $50 നമ്മൾ ബുക്കായിട്ട് കിട്ടി. ഇൻ കേസ് നേരെ സ്റ്റോപ്പ് ലോസ് വന്ന് അടിച്ച് കഴിഞ്ഞ് ഡൗൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ പ്രോഫിറ്റും ഉണ്ട്, നമ്മുടെ ട്രേഡ് ഇവിടെ ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആവും. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് മാനേജ്മെൻറ്റും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം നമുക്ക് മണി മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റിസ്ക് മാനേജ്മെൻറ്റ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, ഇതിൽ റിസ്ക് റിവാർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് രണ്ടും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെറ്റപ്പും കൂടി വേണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 33% വിൻ റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സീഡ് ആയിട്ട് പോകാൻ പറ്റും. ഒരു 1:2 ഉണ്ടെങ്കിൽ, 1:3 ഉണ്ടെങ്കിൽ 30% മാത്രമേ നിങ്ങൾക്ക് വിൻ റേറ്റും കാര്യങ്ങളും വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ഡിസ്കൗണ്ട് ലിങ്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അവിടെ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാൻ പറ്റുന്നതാണ്. എല്ലാ ആൾക്കാരും നമ്മുടെ ട്രേഡ്സും കാര്യങ്ങളെല്ലാം ഡിസ്കസ് എല്ലാം ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലും ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടാവും. ഓക്കെ, പോകെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, താങ്ക് യു.